അപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു വിഷയമാണ് ഗാസയിലെ പട്ടിണി എന്ന് പറയുന്ന സാധനം. അത് ഗാസയിലെ പട്ടിണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വിടുന്നു. അതിനു വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് നടത്തുന്നു, ഫോട്ടോഷൂട്ട് നടത്തുന്നു, സെറ്റ് ഇടുന്നു, അങ്ങനെ ആളുകളെ കൊണ്ട് റിപ്പോർട്ടുകൾ ഇറക്കിക്കുന്നു. അങ്ങനെ പല പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അത് കള്ളപ്പട്ടിണിയാണ്. അപ്പോൾ ഇത് കള്ളപ്പട്ടിണിയാണ്, കണക്കുകളൊന്നും അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പറഞ്ഞു വെച്ചിട്ടും കാര്യം പിടിയിട്ടില്ല. അവിടെ പട്ടിണിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടേക്ക് എത്തുന്ന ഫുഡ് എയ്ഡ് എന്ന് പറയുന്ന സംഗതി അത് ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്ന് നമ്മൾ ആണായിട്ട് പറഞ്ഞിട്ടും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് ഇവിടുത്തെ പത്രങ്ങളാരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്തിനൊക്കെ ശേഷം യുദ്ധം ഇപ്പോൾ ഏകദേശം നിന്നു എന്ന് വരുന്നത്, അല്ലെങ്കിൽ സീസ് ഫയർ ഹമാസ് ലംഘിച്ചു എന്നുള്ളത് വേറൊരു വിഷയം. കാരണം അവരിപ്പോഴും സീസ് ഫയറിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കാം, അത് ജീവനോടെയുള്ള ആളുകൾ ജീവനോടെ, അവരുടെ ശവശരീരങ്ങൾ അത് അതേപോലെ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും 10-20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ 11ഓളം ശവശരീരങ്ങൾ ഇപ്പോഴും കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ വാക്ക് പോലും അവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ആ സമയം കൊണ്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ കൂടുതൽ ആയുധങ്ങൾ തിരയുന്നു, അവരുടെ പഴയ ടണലുകളൊക്കെ കുഴിച്ചു നോക്കുന്നു എന്താണെന്നുള്ളത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അവർ വീണ്ടും മറ്റൊരു ആക്രമണം നടത്താനുള്ള ഒരു കോപ്പുകൂട്ടൽ, അതിനു വേണ്ടിയിട്ടുള്ള സമയം വാങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു വഴിയായിട്ടാണ് സത്യത്തിൽ ഇത് കണ്ടെത്തിയത്. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ ഒരു പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. എന്തോ പുതിയ സംഗതി ഇപ്പോൾ ആദ്യമായിട്ട് എന്തോ പുറത്തേക്ക് വിട്ടു എന്ന രീതിയിലേക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം. എന്താണത്? നമ്മൾ ഏഷ്യാനെറ്റിൽ വന്നൊരു വാർത്തയാണ്. വെടിനിർത്തലിന് പിന്നാലെ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള സഹായങ്ങളുമായി പോയ ട്രക്ക് ഹമാസ് തട്ടിയെടുക്കുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞവർ വലിയ എന്തോ പുതിയ സാധനം. ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മളിത് ഈ പറയുന്ന എയ്ഡ് അങ്ങോട്ട് പോകുന്നത്, തട്ടിക്കൊണ്ട് പോകുന്നത് ഈ ഒക്ടോബർ 7, 2023 ഈ പ്രശ്നം തുടങ്ങി ഡിസംബർ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് 2023 മുതൽ നമ്മൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എയ്ഡ് തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് പ്രശ്നം വ്യാപകമായതിൻ്റെ പേരിലാണ് ഈ ഉൺറ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരായിരുന്നു ഇത് തട്ടിക്കൊണ്ട് പോയിരുന്നത് പ്രധാനമായിട്ട്. അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന പരിപാടി. ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ റെഫ്യൂജി സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു UN-ൻ്റെ തന്നെ കീഴിലുള്ള ഒരു പെർമനൻറ്റ് യാചക സംവിധാനമാണ് സത്യത്തിൽ ഈ പറയുന്ന ഉൺറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെയുള്ള ആളുകൾ ഇത് തട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? അതുപോലെ US-ഉം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഉടച്ചു വാർത്തിട്ട് അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് GHF എന്ന് പറയുന്ന പുതിയൊരു ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു സംഗതി, ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അതിലൂടെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നു. ആ സംഗതി മുന്നോട്ട് വന്നപ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ UN തയ്യാറാകുന്നില്ല. UN അതുമായി വിട്ടുനിൽക്കുന്നു. അത് ഭക്ഷണം അവിടെ എത്തിക്കുന്നു, അതിനുള്ള ബോർഡർ ക്രോസിങ്ങും ബാക്കിയുള്ള എല്ലാ സംഗതികളും അവിടെ ഓണായിരുന്നാൽ പോലും ഈ ഭക്ഷണം അകത്തേക്ക് എത്തിക്കേണ്ട ബാധ്യത അത് UN-ൻ്റെയും അതുപോലെയുള്ള ഹ്യൂമാനിറ്റേറിയൻ ഗ്രൂപ്പുകളുടെയും ബാധ്യതയായിരിക്കെ അതിനുവേണ്ടി അവർ മുന്നോട്ട് വരാതെ ഇസ്രായേലുമായിട്ട് സഹകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ സാധനം വെച്ചുകൊണ്ടിരുന്ന് ഇരിക്കുന്ന അവസ്ഥയിലേക്കുണ്ടായി. പൂഴ്ത്തി വെക്കുന്നു. അങ്ങനെ ഇരുന്ന് അവിടെ ആ സാധനം നശിച്ചു പോകുന്നതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളാണ് നമ്മൾ അന്നേ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത് ഈ GHF വന്നതിന് ശേഷം. അത് 2025 മെയ്ക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ GHF-ൻ്റെ വഴി പോകുന്ന സാധനങ്ങൾ പോലും തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പുതിയൊരു വാർത്തയുമായിട്ട് ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞ സാധനം, അപ്പോൾ ഇതിൽ തമാശ, ഇത് ആദ്യം വാർത്ത വന്നത് ഇൻ്റർനാഷണൽ മീഡിയയിൽ വന്നു. US-ൻ്റെ തന്നെ ചില ബോഡിയാണ് ഇത് പുറത്തേക്ക് വിട്ടത്, ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ വാർത്ത എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അത് US ആണ്, അത് സയനിസ്റ്റുകളുടെ കൂടെയുള്ള ആളുകളാണ്, അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് നിന്നു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ എന്ത് പറയുന്നു? ഇത് കുറേ വേറെ ആളുകൾ വന്നിട്ട് പറയുന്നത് ഇത് ഇസ്രായേലികൾ തന്നെയാണ് തട്ടിക്കൊണ്ട് പോകുന്നത്, അവരാണ് ഇത് നശിപ്പിക്കുന്നതെന്ന് പറയുന്ന കുറേ ടീം വേറെ. ഇതുപോലെ ഈ സാധനം ഞങ്ങളങ്ങനെ ചെയ്യില്ല, ഞങ്ങളങ്ങനെ തട്ടിക്കൊണ്ട് പോകില്ല സാർ, ഞങ്ങൾ അത്തരക്കാരല്ല സാർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കുറേ ഹമാസോളികൾ അത് വേറെ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത് വന്നപ്പോൾ ഈ വാർത്ത അവർ വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ വാർത്തയുടെ ഉറവിടം അവർക്ക് ഇനിയിപ്പോൾ അത് അവർ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആ കൂടെയുള്ള വഴി ഇത് അൽ ജസീറയിലും കൂടി വരണം, എന്നാലേ ഇപ്പോൾ അവർ വിശ്വസിക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ അൽ ജസീറ വന്നിട്ട് വിശ്വസിക്കേണ്ട ഒരു ഗതികേടൊന്നും നമുക്കില്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് സത്യാവസ്ഥ എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പോയി തന്നെ വെരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ പോയി കാണുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തേക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സാധനം. ഇത് ഓഡിയോ ഇല്ലാത്തതാണ്. ഡ്രൈവറെ പിടിച്ച് താഴെ ഇടുന്നു, എന്നിട്ട് വേറെ ആൾ തട്ടിക്കൊണ്ട് പോകുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അതെ, കാണുന്നുണ്ടല്ലോ. യെസ്, ഇനി ഇതേപോലെ പോകുന്നു. ഇനി മറ്റൊരു വീഡിയോ. ഇത് പഴയത്, ഇത് പുതിയതല്ല. ഇത് നമ്മൾ പണ്ട് പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇത് 2024, 2025 ഒക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള സാധനമാണ്. എങ്ങനെയാണ് ഈ തട്ടിക്കൊണ്ട് പോകണമെന്നുള്ളത് അതും കൂടി ഒന്ന് കണ്ട അന്നത്തെ സാധനം. അപ്പം നിങ്ങൾ ആലോചിക്കും ഇതാരാണിത് പുറത്തു വിടുന്നത് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. ഇതിങ്ങനെ ആരാ പുറത്തു വിടുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗാസയിൽ 50% അല്ലെങ്കിൽ ഒരു 60% ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഈ ഹമാസിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. അതിൽ ബാക്കിയുള്ള ആളുകൾ മിക്കവാറും ഹമാസ് വിരുദ്ധരാണ്, ഹമാസിനോട് യോജിപ്പില്ല, ഹമാസ് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെയുള്ള ആളുകളിൽ ഒരു വലിയ ശതമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ സാധനം റെക്കോർഡ് ചെയ്ത് ഈ ഗാസയിലുള്ള ബാക്കിയുള്ള ആളുകളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇത് തിരുത്തി കാണിക്കാൻ വേണ്ടി, അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വീഡിയോകൾ അവർ തന്നെ പുറത്തുവിടുന്നുണ്ട്. അവരുടെ തന്നെ ചാനലുകൾ, അവരുടെ യൂട്യൂബ് ചാനലുകളിൽ, ട്വിറ്റർ ഹാൻഡിൽസിൽ, അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അവർ തന്നെ പുറത്തുവിടുന്നു. ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ വീഡിയോയുടെ ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതെ, എങ്ങനെയാണ് തട്ടിക്കൊണ്ട് പോകണമെന്ന് കണ്ടു. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇത് വെടിവെക്കുന്നത് കാണാം, ആളുകളെ തല്ലി ഓടിക്കുന്നത് കാണാം, പല പല രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ഒരെണ്ണം കണ്ടോ. ഇത് അടുത്തേക്ക് വരുമ്പോൾ നാട്ടുകാരെങ്ങനെയാണ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. ഹമാസ് ട്രോളികൾ. ഇത് സാധനം കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ തന്നെ ഇത് കയ്യേറ്റം ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സാധനം. ഇനി ഈ ഡാഷ്ബോർഡ് നിങ്ങൾ നോക്കുക. ഈ ഡാഷ്ബോർഡിൽ ഈ സാധനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 4-5 തവണയെങ്കിലും ഇതിൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള കണക്കുകൾ ഇത് വെച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് UN-ൻ്റെ തന്നെ ഡാഷ്ബോർഡാണ്. അവിടെ ഈ എയ്ഡ് ട്രക്ക് അത് എത്രത്തോളം എത്തുന്നുണ്ട്, അതിൻ്റെ കണക്കുകൾ, അത് എത്ര എണ്ണം അവിടെ എത്തി, അത് എത്ര എണ്ണം ആളുകളിലേക്ക് എത്തിച്ചു എന്ന് സംബന്ധിച്ച് അവർ പുറത്തുവിടുന്ന കണക്കാണ് ഇവിടെ കാണുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓഫ് ലോഡഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇല്ലേ. ഓഫ് ലോഡഡ് ആയിട്ടുള്ള ട്രക്ക്, അത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് അവിടെ വരുന്ന ട്രക്കുകൾ, പല സൈസിലുള്ള സാധനങ്ങൾ. എന്നിട്ട് അത് വന്ന് അതിൽ നിന്നെല്ലാം കൂടി കളക്ട് ചെയ്ത അവസാനം 8871 ട്രക്കുകൾ മൊത്തം അവിടെ എത്തുന്നു. അതിൽ നിന്ന് ബാക്കി സാധനങ്ങൾ ഇതിൻ്റെ ഡെസ്റ്റിനേഷനിൽ ഗാസയ്ക്ക് അകത്തേക്ക് പോയതിന് ശേഷം അതിൽ എത്ര എണ്ണം അവിടെ എത്തുന്നു? 1885 എണ്ണം. അതിൻ്റെ ഇടയിൽ ഇത് ഇൻ്റർസെപ്റ്റഡ് ഐദർ പീസ്ഫുള്ളി ബൈ ഹംഗ്രി പീപ്പിൾ ഓർ ഫോഴ്സ്ഫുള്ളി ബൈ ആംഡ് ആക്ടേഴ്സ് ഡ്യൂറിങ് ട്രാൻസിറ്റ് ഇൻ ഗാസ. അതെത്ര എണ്ണമാണ്? 7040 എണ്ണം. ഇത് കുറച്ച് മുന്നേ, എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ നമ്മളുടെ സീസ് ഫയർ വന്ന ആ സമയത്ത് നമ്മൾ പുറത്തുവിട്ട കണക്കാണ് ഈ കാണുന്നത്. ഓക്കെ, അതായത് ഹാർഡ്ലി ഒരു 20-25 ദിവസം മുന്നേ ഉള്ള കണക്ക്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വന്ന ട്രക്കുകൾ അത് 8841 ട്രക്കുകളാണ് അങ്ങോട്ട് പോയത് എന്നുണ്ടെങ്കിൽ അതിൽ 1885 എണ്ണമാണ് അവിടെ എത്തിയുള്ളൂ. 7043 എണ്ണവും അവിടെ എത്തിയില്ല. അത് ആരോ തട്ടിക്കൊണ്ടുപോയി. ഇതാണ് നമുക്കവിടെ കാണാം. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 80% ട്രക്കുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അത് തട്ടിക്കൊണ്ടു പോകപ്പെട്ടിരിക്കുന്നു. ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈദർ പീസ്ഫുള്ളി ബൈ ഹംഗ്രി പീപ്പിൾ ഓർ ഫോഴ്സ്ഫുള്ളി ബൈ ആംഡ് ആക്ടേഴ്സ്. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇൻ്റർസെപ്റ്റഡ് എന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ പോലും കിടക്കുന്നത്. ഇത് UN-ൻ്റെ തന്നെ ഡാഷ്ബോർഡാണ്, ജൂതന്മാരുടെ സാധനമല്ല. ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി ഇത് ഇന്നത്തെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക്, അതായത് ഇന്ന് 3 നവംബർ അല്ലേ. ഓക്കെ, ഇത് 2 തീയതി നവംബർ 2 കണക്കാണ് ഈ കാണുന്നത്. ഇതിൽ നിങ്ങൾ നോക്കുക. ഇത്
നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ കുറച്ചും കൂടി അളവ് കൂടി 6000 ചില്ലാനുമാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 8717 ആയിട്ടുണ്ട് ഇന്നലെ വരെ. അതിൽ മൊത്തം ട്രക്കുകളുടെ എണ്ണം 11386 ഈ ഗാസയിലേക്ക് പുറപ്പെട്ടത്. ഗാസയിൽ എത്തിയത് എത്ര എണ്ണമാണ്? 4289 എണ്ണം. എത്ര എണ്ണം ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു? 7097 അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ കാണുന്നത്. അപ്പോഴും എത്ര ശതമാനമാണ്? 60% അവിടെ വീണ്ടും അവിടെ എത്തിയിട്ടില്ല. അതാരോ തട്ടിക്കൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടു പോകുന്ന സാധനമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ രൂപേണ നമ്മളിവിടെ കണ്ടത്. ഇതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇത് തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു. അത് ഹമാസ് തട്ടുന്നു, അതേപോലെയുള്ള മറ്റ് തീവ്രവാദ സംഘങ്ങൾ തട്ടുന്നു. അതുകൂടാതെ നാട്ടുകാരും വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുന്ന ആളുകളും ഇതേപോലെ തട്ടിക്കൊണ്ടു പോകുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് ഫ്രീ എയ്ഡാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഫ്രീ എയ്ഡ് എന്ന് പറയുന്ന സാധനം ഈ ഹമാസ് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും മാത്രം 60, 70, 80% ഇത്രയും നാളും തട്ടിക്കൊണ്ട് പോയിട്ട് ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഇവർ പൊളിച്ച് മാറ്റി ഇത് ഇവർക്ക് തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാധനങ്ങളായിട്ട് മാറ്റും. അതായത് ഫ്രീ ആയിട്ട് കിട്ടേണ്ട സാധനം ഇവർ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് അവിടെ നടക്കുന്നത്. കാരണം ഈ വില കൊടുത്ത് ഇത് വാങ്ങുന്ന അവസ്ഥ ഉണ്ടായാൽ മാത്രമാണ് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് മറ്റേ വാണം കയറ്റി വിടാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണിയെടുക്കുന്നത്. അതായത് ഹമാസിൻ്റെ പോക്കറ്റ് നിറയ്ക്കുക, ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഒന്നത്. 2, ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് അവർ സ്ത്രീകളെ ചൂഷണം വരെ ചെയ്തു, ബലാത്സംഗം ചെയ്യുന്നു, അവർ ലൈംഗികമായിട്ട് അവരെ ചൂഷണം ചെയ്യുന്നു. എല്ലാം റെസിസ്റ്റൻസിൻ്റെ പേരിലാണ് കേട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, സ്വാതന്ത്ര്യ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സ്വന്തം ജനതയിട്ട് ബലാത്സംഗം ചെയ്യും. അതൊരു രസം, ജസ്റ്റ് ഫോർ ഹൊറർ. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ചെയ്തുകൊണ്ടിരുന്ന പോക്കിരിത്തരാണ് ഈ പറയുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്ത നമ്മൾ മുന്നേ കാണിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ, അപ്പോൾ സ്വന്തം ജനതയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഫുഡ് എയ്ഡ് അത് തട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വന്തം വയറ് നിറയ്ക്കുന്നു. അത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട സാധനം നാട്ടുകാരെ കൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിപ്പിക്കുന്നു. എന്നിട്ട് അവരെ പട്ടിണിക്ക് ഇടുന്നു എന്ന് പറയുന്ന ചിത്രങ്ങൾ എടുപ്പിക്കുന്നു. അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ കുക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സെറ്റ് ഇട്ടിട്ട് ആളുകളെ വിളിക്കും. അപ്പോൾ അവിടേക്ക് ആളുകൾ ക്രൗഡായിട്ട് വരുന്നു. അവിടെ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ വെച്ച് ഇവിടെ പട്ടിണിയാണെന്ന് നിലവിളി പുറത്തേക്ക് എത്തിക്കുന്നു. ഇതാണ് ഇവർ പരിപാടി. ഇതിൻ്റെ ഇടയിലാണ് കുൽസിതം, അതായത് ബലാത്സംഗം, ഇതിൻ്റെ പേരിലുള്ള ഈ തരം ചൂഷണങ്ങൾ, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് ഇവിടെ വന്നത്. ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് പ്രധാനമായിട്ട് പുറത്ത് വന്നത് എപ്പോഴാണ്? അത് നേരത്തെ പറഞ്ഞ മാതിരി ഹമാസ് വിരുദ്ധരായിട്ടുള്ള ആളുകളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതിനകത്ത് പെട്ടു. അങ്ങനെ ഈ ആളുകൾ ഈ പണി ഒപ്പിക്കുന്നത് ക്യാമറയിൽ പകർത്തുകയും അതിൻ്റെ വീഡിയോ പുറത്തേക്ക് വരികയും അത് വെച്ചുകൊണ്ട് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സാധനങ്ങൾ വരെ, സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ വരെ വരികയും അവർ വന്ന് ഇവരോട് പരാതി പറയുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അങ്ങനെയാണ് ഈ സാധനം വെളിച്ചത്തേക്ക് വരുന്നത്. അതായത് ഹമാസ് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതാരും അറിയില്ല. അപ്പോൾ ഹമാസ് വിരുദ്ധരായിട്ടുള്ള ആളുകളും കൂടി അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നാട്ടുകാർ അറിയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റും. ഇതാണ് അവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ സമരം. അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു സംഭവം നമ്മളിവിടെ പറയുമ്പോൾ ഒരു ഒക്ടോബർ 9 അത് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞ ഒക്ടോബർ 9 ഏതാണ്ട് ഒരു 20-25 ദിവസം മുന്നേ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളൊരു വാർത്ത ഇട്ടു. UN says it has enough stocks to feed entire Gaza for 3 months എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സീസ് ഫയർ ഉണ്ടാകുന്നത് വരേക്കും എന്താ പറഞ്ഞത്? ഗാസയിൽ പട്ടിണിയാണ്, അവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സീസ് ഫയർ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം വരുന്ന വാർത്ത എന്താണ്? അവിടെ ഇഷ്ടം 3 മാസത്തേക്കുള്ള ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, അപ്പോൾ ഈ ഫുഡ് പണ്ടും ഉണ്ടായിരുന്നില്ലേ? അപ്പം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അത് സമ്മതിക്കാതിരുന്നു. ഗാസ ഈ പറയുന്ന ആളുകൾക്കുള്ള സ്റ്റോക്ക് ഉണ്ട് എന്ന് UN പറഞ്ഞപ്പോൾ അത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ നേരത്തെ. അപ്പോൾ പ്രശ്നം എന്താണ്? ഈ ഗാസയ്ക്ക് വെളിയിൽ ഈ സാധനം ഇരിക്കുന്നത് അകത്തേക്ക് എത്തിക്കാൻ ഇവർ സാധിക്കുന്നില്ല, ഇവർ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നില്ല, UN നിസ്സഹകരിക്കുന്നു. 2, കൊടുക്കുന്ന സാധനം ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്ന ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അവിടെ പട്ടിണി എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളത് സമ്മതിക്കാതെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് എടുത്ത് വിഴുങ്ങാൻ അതേ കണ്ടില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ എന്തോ അകത്ത് സാധനമുണ്ട്, നമ്മൾ അകത്തുണ്ടെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. സ്റ്റോക്ക് ഉണ്ടെന്നേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അത് പണ്ടും ഇസ്രായേൽ പറയുന്ന സാധനമാണ്. GHF പറയുക മാത്രമല്ല, ഇപ്പം നമ്മളുടെ ചാനലിൽ വന്നിട്ടുള്ള റബേക്ക നിങ്ങൾ അറിയുന്നുണ്ടാവും, ഒരു യൂട്യൂബറൊക്കെയാണ് നമ്മളുടെ ചാനലിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ റബേക്ക പോലും ഈ പറയുന്ന ഈ GHFൻ്റെ സൈറ്റിൽ പോയിക്കൊണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അവരിങ്ങനെ പല ആളുകളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്താ സാധനം ഇരിക്കുന്നത്. അവിടെ ചെന്ന് കണ്ട കാര്യം ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സാധനങ്ങൾ ഇരിക്കുന്നു. അത് അകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് UNൻ്റെ ഹെൽപ്പ് വരുന്നില്ല, അതുപോലുള്ള ബോഡീസ് അതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന രീതിയിൽ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ ഇത് കണ്ണിൻ്റെ മുന്നിൽ കാണുക മാത്രമല്ല, അവിടെ ഈ എയ്ഡ് അത് അവിടെ ഇരുന്ന് പൂത്ത് പോകുന്നത് പോലും നമുക്ക് ഡേറ്റ് കഴിഞ്ഞ് പോകുന്നത് വരെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ
ഈ കള്ളക്കളി, ഈ കള്ളപ്പട്ടിണി എന്ന് പറയുന്ന സാധനം അതിവിടെ പൊളിഞ്ഞ് അടുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നിൽ ഇനി ഒരാൾക്കും ഇതിൻ്റെ മുകളിലേക്ക് ഒരു സാധനം പൊക്കിക്കൊണ്ടുവരാൻ കഴിയാത്ത വിധം ഇത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഹാർഡ് വയേർഡ് ആയിട്ടുള്ള സാധനമായിട്ട് മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ നുണയൊന്നും ഇനി അധികം കാലം ചിലവായില്ല. ഇപ്പോൾ തന്നെ ചിലവായിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. കുറേ ഈ പറയുന്ന ബോധമില്ലാത്ത കുറേ ഈ വോക്ക് ഉണ്ണാക്കന്മാർക്ക് മാത്രമേ ഇപ്പോഴും, വോക്ക് നാസികൾക്ക് മാത്രമാണ് ഇതിപ്പോഴും അങ്ങോട്ട് ദഹിക്കാത്തത്. നമ്മളിത് പണ്ടേ പറയുന്ന സാധനമാണ്. ഇത് അവിടെ ഇങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സെറ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മളെ പുച്ഛിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞടങ്ങാണ്. നിങ്ങൾ ഉയർത്തി വെച്ച ഓരോ വാദവും ഇവിടെ പൊളിയാണ്. എവിടെ നിങ്ങളെന്താ ഇപ്പോൾ ഇവിടെ വെളിയിലൊന്നും കാണാത്തത്? എവിടെയാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓ ഹമാസൗളികളെ, നിങ്ങൾ എവിടെ പോയി? പുതച്ചു മൂടി ഇരിക്കുകയാണോ അതോ ഹമാസിൻ്റെ ദുരംഗത്തിൽ ഇരിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പുറത്തേക്ക് വരിക, എന്നിട്ട് കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരിക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു കാര്യം, ഈ ഒരു അവിടെ പട്ടിണിയുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനമാണ് ഇത്. അതായത് അവിടെ ഈ ഫാമിൻ ഉണ്ട്, അതായത് ജനോസൈഡ് നടക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവിടെ പട്ടിണി ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ IPCയുടെ ഒരു റിപ്പോർട്ട് അത് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഒരു ഫുഡ് സെക്യൂരിറ്റി ഏജൻസിയാണ്. അപ്പോൾ അവർ ഒരു റിപ്പോർട്ടൊക്കെ ഇറക്കി. ഇറ്റ് ഈസ് കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സാധനം, അത് ഒക്ടോബർ മാസത്തിലാണ് ഇറക്കിയത്. അപ്പോൾ ആ സാധനം നമ്മളിവിടെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെ ഡേറ്റ അത് ഇൻകംപ്ലീറ്റ് ആണ്, അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതിൽ ഒരു ഡാറ്റ മാനിപ്പുലേഷൻ അതിനകത്ത് നടന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ളൊരു സാധനം എടുത്തിട്ടാണ് അവർ വലിയൊരു പീരീഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ അവരെന്താ പറഞ്ഞത്, ഇത് ഫാമിനാണ്, ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും അവിടെ 10,000 ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് അവർ പ്രൊജക്റ്റ് ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. 10,000-ഓളം ആളുകൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് തെറ്റാണ്. അവരതിന് ആളുകൾ ഫാമിൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, പട്ടിണി കിടക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ഗാസയ്ക്ക് വേണ്ടി മാത്രം ചില കണക്കുകൾ തിരുത്തുന്ന അവസ്ഥ വരെ നമുക്കതിനകത്ത് കാണാൻ സാധിച്ചു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സ്ഥലത്ത് നടക്കുമ്പോൾ ഈ UN-ൻ്റെ തന്നെ, യൂണിസെഫിൻ്റെ തന്നെ ഡേറ്റ കാലാകാലങ്ങളിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റ പുറത്ത് വന്നപ്പോൾ ഈ പ്രൊജക്ഷനും ഈ ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക? അതായത് 10,000 ആളുകളോളം മരിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് മരിച്ചിരിക്കുന്ന വെറും 192 ആളുകളാണ്. ഈ 192 ആളുകളിൽ ആരൊക്കെ ഉണ്ട്? മറ്റ് അസുഖങ്ങൾ കൊണ്ട് മരിച്ച ആളുകളുണ്ട്, കുട്ടികൾ. അതുകൂടാതെ പട്ടിണി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതുകൊണ്ട് മരിച്ചു എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മരണങ്ങൾ ഇതിനകത്ത് എണ്ണിയിട്ടാണ് എല്ലാം കൂടി കൂട്ടിയിട്ട് 192. അപ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ 250 പേര് മരിച്ചെന്ന് കൂട്ടുക, അപ്പോഴും 10,000 ആയില്ലല്ലോ. അപ്പോൾ എവിടെ പോയി നിങ്ങൾ? ഇതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഫാമിൻ ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ അത് പൊളിയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും സംഭവിച്ചത്, ഇതിപ്പോൾ പറയുമ്പോൾ പറയും ഇത് JNS-ൽ വന്നതാണ്, ഇത് ജൂത പത്രത്തിൽ വന്നതാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കുക. എന്നാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾ ആ കണക്ക് വെച്ചിട്ട് ഇതേപോലെ അത് വെച്ച് കമ്പയർ ചെയ്യും. അന്ന് പറഞ്ഞ സാധനം ഇന്ന് പറഞ്ഞ സാധനം ടാലി ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ വാർത്ത, അത് സത്യാവസ്ഥ അത് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങളത് കൊടുക്കാത്തത് ആരുടെ കുഴപ്പമാണ്? ഇതാ ഏത് കൊച്ചുകുട്ടിക്കും സയൻസും മലയാളവും അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് കണക്കും വായിക്കാൻ അറിയുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യം. അത് നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ കോരി അണ്ണാക്കിലേക്ക് ഇട്ട് തന്നാലേ മനസ്സിലാവുള്ളൂ, എന്നാലേ നമ്മൾ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോ. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വരെയും എന്നിട്ട് അത് നമ്മളത് ചോദ്യം ചെയ്യുമ്പോൾ മനുഷ്യനാണോടോ താൻ എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് ഈ വഴിക്ക് വരാമെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് വിട്ടോളണം. ആ പേരിൽ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് കുണയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിൽ നമ്മൾ വീഴില്ല. ആ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ നിങ്ങളെ പേടിച്ചിട്ട് ഓക്കെ എന്നാൽ ശരി പട്ടിണി ഉണ്ടെന്ന് സമ്മതിച്ച് കളയാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. നമ്മളെ കിട്ടില്ല. നമ്മൾ കണക്കുകൾ കൃത്യം ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കും, ഡേറ്റ ഇല്ലെങ്കിൽ സമ്മതിക്കില്ല. അത്രയേ ഉള്ളൂ. അത് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. ഇന്നതേ നമ്മൾ അന്ന് പറഞ്ഞത് ഇതേ ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. നിങ്ങൾ അന്ന് പറഞ്ഞ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആ സാധനം തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞത് ഇന്നിപ്പോൾ അതേ പുതിയ ഡേറ്റ വന്നു കഴിഞ്ഞപ്പോൾ അത് സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെ വരുന്നു. ഓൾമോസ്റ്റ് 98% കുറവാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻ ഷോർട്ട് ദ IPC ignored the complete July data. അതാണ് 2 ആഴ്ചത്തെ ഡേറ്റ വെച്ചിട്ടാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ചത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് തന്നെ ഇൻകംപ്ലീറ്റ് ഡേറ്റ. ഓക്കെ, വിച്ച് പ്ലേസ്ഡ് ഗാസ സിറ്റി വെൽ ബിലോ ദ ത്രെഷോൾഡ് ആൻഡ് ഇൻസ്റ്റഡ് റിലൈഡ് ഓൺ ഇറ്റ്സ് പാർഷ്യൽ ഡേറ്റ സെറ്റ് അതായത് ആ കണക്ക് നമ്മൾ ആ വീഡിയോ ചെയ്തതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അവർ 4-5 സ്ഥലങ്ങൾ എടുത്തിട്ടാണ് ചെയ്തത്. അതിൽ ഒരെണ്ണം ഫാമിൻ ഇല്ല എന്ന് അതിനകത്ത് തന്നെ കാണാം. അപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ മാറ്റിവെക്കുന്ന അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇൻസ്റ്റഡ് റിലൈഡ് ഓൺ ഇറ്റ്സ് പാർഷ്യൽ ഡേറ്റ സെറ്റ് misrepresented to suggest an upward trend. This distortion of malnutrition data propped up the famine designation, a designation that would have collapsed had the IPC acknowledged the complete July results. അതായത് ജൂലൈ ഡേറ്റ മൊത്തം എടുത്താൽ പൊളിയുമായിരുന്ന ഡേറ്റ
അത് അവർ മനസ്സിലാക്കിയിട്ട് അത് മുഴുവൻ എടുക്കാതെ അതിൽ നിന്നും പകുതി മാത്രം എടുത്തിട്ട് അവർ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? ഇതാണ് അവർ ഒപ്പിച്ച കള്ളത്തരം എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ കള്ളക്കളി. ഇതാണ് നമ്മൾ ഒന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇത് പൊളിക്കാൻ എന്നത് കണ്ടുപിടിക്കാൻ വലിയ PhD ആവശ്യമൊന്നുമില്ല. വലിയ കൊണാൻഡ്രൻ ആവേണ്ട റിസർച്ച് മെത്തഡോളജിയിൽ മറ്റേ PhD എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം കണക്കും വായിക്കാൻ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് ഹമാസോളിക്കും കഴിയാവുന്ന കാര്യമുള്ളൂ എന്നത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചാതി സാധനം എടുത്ത് വെച്ചിട്ട് നമ്മൾ അളക്കാൻ നിങ്ങൾ വന്നേക്കരുതെന്ന് പറയുകയാണ് വീണ്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഗാസയിൽ പട്ടിണിയില്ല, അത് കള്ളപ്പട്ടിണിയാണ്, അവിടെ നിങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇതേപോലെ പല കാര്യങ്ങളും നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അവിടെ ടണൽസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പേരത് ഡിനൈ ചെയ്തു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയൊന്നുമില്ല. അവർ വളരെ മാന്യന്മാരാണ്. അവർക്ക് അങ്ങനെ തുരങ്കം പണിയുന്ന പണിയൊന്നുമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ സീസ് ഫയർ കഴിഞ്ഞപ്പോൾ ശവശരീരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ തപ്പുന്നത് എവിടെയാണ്? ഈ ടണൽ കുഴിക്കുന്ന ചിത്രം നിങ്ങൾ തന്നെ പുറത്ത് വിട്ടിട്ട് പറയണം അത് ഞങ്ങൾ തപ്പിക്കൊണ്ട്, അവർ തപ്പട്ടെ, അത് നിങ്ങൾ ബോംബിട്ടത് കൊണ്ട് ടണലൊക്കെ പൊളിഞ്ഞു പോയതുകൊണ്ടല്ലേ, അവർക്ക് സമയം കൊടുക്കുന്നത് നിങ്ങൾ. അതെന്താ അങ്ങനെ? അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ടണൽ ഇല്ല എന്നല്ലേ, ഇപ്പോൾ പറയുന്നു ടണൽ പൊളിഞ്ഞു പോയിന്ന്. അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ടണൽ ഇല്ല എന്ന് പറയും, ഇപ്പുറത്ത് നിന്നിട്ട് വന്നിട്ട് ശവശരീരം കിട്ടാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ടണൽ പൊളിച്ച് കളഞ്ഞുകൊണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ ടണൽ ഇല്ലാത്ത ടണൽ എങ്ങനെയാണ് പൊളിക്കുക? അങ്ങനെ ഇല്ലാത്ത ടണൽ പൊളിഞ്ഞു പോയെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ തുറന്നു നോക്കുന്നത്? ഇതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ തുരങ്കം പണിതിരിക്കുന്നത് എവിടെയാണ്? ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിൻ്റെ അടിയിലാണ് ഈ പണിത് വെച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് അതിൻ്റെ മൂലയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇസ്രായേലിലേക്ക് ഈ പടക്കം, ഈ പറയുന്ന വാണം വിടും. എന്നിട്ട് പിന്നെ അത് നോക്കിയിട്ട് തിരിച്ച് അവിടെ ഇവാക്വേഷൻ ഓർഡറും കൊടുത്ത് അവിടെ ബോംബിടുമ്പോൾ ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവർ നിങ്ങളെ അനുവദിക്കാതിരിക്കുകയും എന്നിട്ട് അതിൽ ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഇസ്രായേൽ വെടിവെച്ച് കൊന്നു പറഞ്ഞിട്ട് നിലവിളിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നത്, ഈ സിവിലിയൻ സ്ട്രക്ചേഴ്സിൻ്റെ അടിയിലും മുകളിലും മൂലയ്ക്കൊക്കെ ഇരുന്നിട്ട് ഇതേപോലെ യുദ്ധം ചെയ്യുന്നത് ഒരു കുറ്റമല്ലേ? അതിനെന്താണ് ആരും ഇവിടെ ചോദ്യം ചെയ്യാത്തത്? അതുകൊണ്ടല്ലേ ഈ സിവിലിയൻസ് മരിക്കുന്നത്? ഇത് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ ചിത്രം അതിനുള്ള തെളിവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് ഞാൻ പറഞ്ഞ വാചകമാണ് അവിടെ ഇപ്പോൾ അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് സംഭവം എവിടെയാണ്? ഈ വാർത്തയിൽ പറയുന്ന സാധനം നിങ്ങൾ കണ്ടാൽ മതി. അതായത് ശവശരീരം തോണ്ടുകയാണ്, എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തോണ്ടിയെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു ശവശരീരം കൊണ്ടുവന്ന് വെച്ചിട്ട് ഫേക്ക് ആയിട്ട് അതിനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. അതും ഇതേപോലെ എല്ലാ മുകളിലിരിക്കുന്ന ആൾ കാണുന്നുണ്ട് എന്ന് പറയുന്ന പോലെ അവിടെയും ഒരാൾ കണ്ടു. ആരാണത്? ഈ പറയുന്ന ഡ്രോൺ. അവർ അതിൻ്റെ ഫുട്ടേജ് ക്യാപ്ചർ ചെയ്ത് അത് പുറത്തേക്ക് വിട്ടു. ഹമാസ് എങ്ങനെയാണ് പറ്റിക്കുന്നത്? അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ നുണ പറയുന്നവരാണ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ കള്ളത്തരം ചെയ്യുന്നവരാണ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ കൊള്ള നടത്തുന്നവരാണ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബലാത്സംഗികളാണ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ സ്വന്തം ജനതയെ ഈ അപ്പക്കഷ്ണത്തിന് വേണ്ടിയും വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടും കൂട്ടിക്കൊടുക്കാൻ വരെ നിൽക്കുന്ന തരത്തിലുള്ള സ്വന്തം ജനതയെ ഇതേപോലെ ബലാത്സംഗം ചെയ്യുന്ന, ഈ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന കാബാലികമാരാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ സമ്മതിക്കുക. അതിനുള്ള എല്ലാത്തിൻ്റെയും തെളിവുകൾ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ പറയുന്ന സാധനത്തിനെ നിങ്ങൾ പൊക്കിക്കൊണ്ട് കാണുന്നിട്ട് ഇത് എന്തോ സ്വാതന്ത്ര്യ സമരമാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊരു സ്വാതന്ത്ര്യ സമരം ആകുന്നതെന്നാണ് ഞാൻ ചോദിക്കുക. കാരണം നമ്മൾ പറഞ്ഞു 2005 ഈ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസാണ്. ഇവരുടെ കയ്യിലേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി വിട്ടുകൊടുത്ത സ്ഥലമാണ്. ആ വിട്ടുകൊടുത്ത സ്ഥലത്ത് 2 വർഷത്തോളം ഒരു ബ്ലോക്കേഡും ഇല്ലാതെ നടന്നിരുന്ന സ്ഥലത്ത് വെറുതെ ഇരിക്കുന്ന ഈ ഇസ്രായേലിൻ്റെ തലയിലേക്ക് പോയിട്ട് റോക്കറ്റ് ഇട്ട് 2007 മുതൽ അവിടെ ബ്ലോക്കേഡ് ചോദിച്ചു വാങ്ങിയിട്ട് ഇപ്പോൾ ഓപ്പൺ എയർ പ്രിസണാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ ഒരു കണയില്ല. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്പൺ എയർ പ്രിസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങി ഓപ്പൺ എയർ പ്രിസൺ ആണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. 2005 മുതൽ 2007 വരെ അവിടെ ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾ 7 ശേഷം അവിടെ ഓപ്പൺ എയർ പ്രിസൺ ആക്കാനുള്ള കാരണം എന്താണ്? വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇസ്രായേലിലേക്ക് വാണം വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിലവിളിയുമായിട്ട് ഇപ്പോൾ അതായത് നിങ്ങൾ ഇരവാദം നടത്തുന്നു. ഇപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ വീരവാദം ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതെ ഈ ഇരവാദത്തിൻ്റെ ഫേസിലൂടെ പോകുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് അതിൽ വീണുകൊണ്ട് ട്രാപ്പിലായിക്കൊണ്ട് നിങ്ങളുടെ നിലവിളിക്കൊപ്പം തുള്ളാൻ നമ്മളെ കിട്ടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ തുള്ളിക്കോളൂ, നമ്മൾ അളന്നോളൂ, അതൊന്നും നമ്മുടെ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളെ മാതിരി ഈ മദ്രസയിലെ തല പണയം വെച്ചിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വോക്ക് ഉണ്ണാക്കത്തരം ബാധിച്ച് ഈ വോക്ക് നാച്ചികളായിട്ട് നടക്കാനോ നമ്മളെ കിട്ടില്ല. അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ആളുകൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒന്നും തന്നെ ഒഴിവാക്കില്ല.
എന്നതാണ് നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഖണ്ഡിക്കുക ഒരു പോയിന്റെങ്കിലും, ഇത്ര നാൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് ഖണ്ഡിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്ത് കാണിക്കുക. അതാ വേണ്ടത്. ഒരാൾ പോലും ഇതുവരെ മുന്നോട്ട് വന്നിട്ട് ഇത് ചെയ്തിട്ടില്ല. പകരം നിങ്ങൾ വല്ല ട്രോൾ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ വല്ല കളിയാക്കിയിട്ടോ ഇത് തോൽപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക ഒരു ആത്മസുഖത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചിന്ന കാര്യങ്ങളായിട്ടേ നമ്മളതിനെ കാണുന്നുള്ളൂ. അത് നിങ്ങൾ ചെയ്തോട്ടെ, പാവങ്ങളല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം വേണ്ടേ. അപ്പോൾ അത് ഒന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും കണക്കുകൾ നിങ്ങളെ തോൽപ്പിക്കുകയാണ് എൻ്റെ പൊന്ന് വോക്ക് ഉണ്ണാക്കന്മാരെ ആൻഡ് ഹമാസോളികളെ എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇത് മുന്നേ നമ്മൾ പറഞ്ഞതാണ്, GHF ഇവിടെ വന്ന സമയത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഈ സ്റ്റോക്ക് ഉണ്ടായിരിക്കെ അതവിടെ ഡെലിവറി ചെയ്യാൻ കഴിയാത്തതും അത് എങ്ങനെയാണ് ഈ ഡയറക്റ്റ് ത്രെറ്റ്സ് ഫ്രം ഹമാസ് അതെന്തുകൊണ്ട് അവിടെ സംഭവിക്കുന്നു, എങ്ങനെയാണ് അത് ആ വിതരണം തടസ്സപ്പെടുന്നത് എന്നത് സംബന്ധിച്ചിട്ട് അവർ കൊടുത്ത ജൂൺ 7, 2025 കൊടുത്ത സാധനമാണ്. അപ്പോൾ അന്നേ നമ്മൾ പറയുന്നു, അതിന് മുന്നേ നമ്മൾ പറയുന്നു എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോൾ മറ്റ് മീഡിയ ഈ ഏഷ്യാനെറ്റൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിളിച്ചു പോകുമ്പോൾ അവിടെ അവരെന്തോ പുതിയ സാധനം എന്തോ കൊണ്ടുവന്നിരിക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതും ആളുകളെ പറ്റിക്കുന്ന ലെവലിലേക്ക് മാറിപ്പോകുന്നു എന്നതാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്തരം ചിത്രങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് പറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാവും. അതിൽ വീണു പോകാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം, അവിടെ ഭക്ഷണം അവിടെ ലഭിക്കാൻ പാകത്തിനും അതിലധികവും ഭക്ഷണം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തയിൽ 3 മാസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. അപ്പോൾ ഇനി ഈ ചിത്രം കാണിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും 3 മാസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല? ഇതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ആരാണ് തടയുന്നത്? എന്തുകൊണ്ട് അകത്തേക്ക് വരുന്ന ഭക്ഷണം മുഴുവൻ ഡെലിവറി ചെയ്യുന്നില്ല? 60% തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ആരാണ് തട്ടിക്കൊണ്ടു പോകുന്നത്? ആ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല? ഇത് നിങ്ങൾ ചോദിക്കണം. ഇത് ചോദിക്കാതെ പാത്രവും പൊക്കി പിടിച്ച് നടക്കുന്ന കുട്ടികളുടെ മോന്ത കാണുമ്പോൾ അതും വെച്ചിട്ട് നിലവിളിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതൊക്കെ നിലവിളിച്ചോ, അതൊന്നും നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളെ പറ്റിക്കുകയാണ് ഈ തരം ഫോട്ടോകൾ വെച്ചുകൊണ്ട് എന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. വസ്തുതകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്തിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കില്ല എന്നതാണ് ഇവിടെ സംഭവിക്കുക. ഇതാണ് ഇപ്പോൾ UN പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് കാര്യം. ഒന്നാമത്തെ കാര്യം അത്. 2, ഇങ്ങനെ കുക്ക് ചെയ്ത ഫുഡ് കൊടുത്തുകൊണ്ട് അവരുടെ വിശപ്പ് മാറ്റേണ്ട ഒരു ഗതികേട് അവിടെ ഇല്ല മക്കളെ. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അവിടെ ജനോസൈഡ് നടക്കുന്നതാണ്. ഇതേ ജനോസൈഡ് നടക്കുന്ന ഗാസയിൽ റെസ്റ്റോറൻറ്റ്സ് നടക്കുന്നു, അവിടെ പാർട്ടികൾ നടക്കുന്നു, കല്യാണങ്ങൾ ആഡംബരപൂർവ്വം നടക്കുന്നു. ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മളിവിടെ പുറത്തു വിട്ടു. അപ്പോൾ എങ്ങനെയാണ് ഈ ജനോസൈഡ് നടക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം നടക്കുന്നത്? അപ്പോൾ അവിടെ എന്തോ തകരാറുണ്ട്, ജനോസൈഡ് അല്ല എന്ന് നമ്മൾ പറയുന്നൊരു കാര്യം അതാണ്. അപ്പോൾ ജനോസൈഡ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ഇനി യഥാർത്ഥത്തിൽ ജനോസൈഡ് എവിടെയെങ്കിലും നടക്കുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ കാണണം. അതിപ്പോൾ സുഡാനിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു, അത് നൈജീരിയയിൽ നടക്കുന്നു എന്ന് പറയുന്നു, കോങ്കോയിൽ നടക്കുന്നു എന്ന് പറയുന്നു. എന്തേ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇതേപോലെ നിലവിളി വരാത്ത? അപ്പോൾ നിങ്ങളിപ്പോൾ അത് ചെയ്യുന്ന അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ഇന്നലെയും ചെയ്തതാണ്, മിനിയാന്ന്. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഏതായാലും അതിലും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ന്യായീകരിക്കാനുള്ളൊരു കാരണം പുതിയത് കണ്ടെത്തി. അതിൽ UAE ഉണ്ട് എന്നാണ് പറയുന്നത്. UAE ഉണ്ടെങ്കിലും എന്താണ്, നിങ്ങൾക്ക് ആളുകളെ കൊല്ലപ്പെടുമ്പോൾ അതിനകത്ത് അപലപിക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? നമ്മൾ അപലപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തേ നിങ്ങൾക്കത് പറ്റാത്ത? അപ്പോഴും നിങ്ങൾ അതിനകത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിനൊരു കാരണം നിങ്ങൾക്ക് കണ്ടെത്തണം. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമായിട്ട് മാറുന്നത്. ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ ആ ബന്ദികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ തവണ പോലും ഒരു സെൻറ്റൻസ് പോലും പറയാത്ത, ഒരു വാക്ക് പോലും പറയാത്ത ആളുകളാണ് നമ്മളെ മാനവിക സ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്. അത് നിങ്ങളുടെ പെരയിൽ വെച്ചാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അഞ്ചാതി നിങ്ങളുടെ കപട മാനവികതയൊന്നും ഇവിടെ ഇറക്കാൻ നോക്കേണ്ട, അത് ഇവിടെ ചിലവാവില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളും എടുക്കും. അതേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ, അതേ ചെയ്യേണ്ടതുള്ളൂ എന്നതാണ് നമ്മളുടെ ബോധ്യം. അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഫാക്റ്റുമായിട്ട് വരിക. അല്ലാതെ എന്തെങ്കിലും വായി തോന്നുന്നത് റെട്ടറിക്സ് ആയിട്ടും അതല്ലെങ്കിൽ ഇതുപോലെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള വലിയ കവലപ്രസംഗമായിട്ടും വന്നിട്ട് കാര്യമില്ല എന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, സ്റ്റോക്സ് ആർ ബോക്സസ്, ഹങ്കർ ഈസ് ആക്സസ്. അപ്പോൾ നിങ്ങൾ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് എത്തിക്കാനുള്ള വഴി ഇത് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക. അതിൽ ഏറ്റവും തടസ്സം നിൽക്കുന്നത് എന്തെല്ലാമാണ് അതിനെല്ലാം നിങ്ങൾ അവിടെ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പോൾ അത് ഹമാസാണ് അത് തട്ടിക്കൊണ്ടുപോകലായിട്ടും അതുപോലെ ആ പാത ദുഷ്കരമാക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ, അവർ ചെയ്തു വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെയാണ് നിങ്ങളിവിടെ ചോദ്യം ചെയ്യേണ്ടത് എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത്രയും വളരെ കാര്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളുടെ പേപ്പട്ടി മതത്തിൻ്റെ വിശേഷത്തിലേക്ക് കോളേഴ്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടേക്കാം. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് പണ്ടേ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഇസ്രായേൽ പണ്ടേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞത്. അത് ഡിബങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവർ ഉന്നയിക്കുന്ന ഒരു സാധനമാണ് യേശുക്രിസ്തു പോലും പലസ്തീനിയനായിരുന്നു എന്ന് പറയുന്ന ഒരു രസകരമായൊരു വാദമാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ ശ്രദ്ധയപ്പെട്ടു. അത് ചുമ്മാ ഒന്ന് നമുക്ക് പ്ലേ ചെയ്തേക്കാം, എന്താണെന്നൊന്ന് കണ്ടു കളയാലോ. ഓക്കെ. Year 0.
What? More visitors? Greetings, Joseph and Miriam from Nazareth. The star of Bethlehem and GPS showed us the way to your door. Allow us to introduce ourselves. We are 3 wise men from the West. Okay, 3 wise persons. Of course. May we enter? Love the decor. Very earthy. Yes, so sustainable. Oh, yes. What are these walls? Cadillac? I'm sorry, but it's really late. I just had a baby. Yeah, and we already had a visit from the 3 wise men from the east. They just left, so maybe it's not a good time. With all due respect to these Eastern wise men, we're from Berkeley. Okay. Anyway, they gave us their blessing and they told us that our newborn son will be the king of the Jews. Jews? Jews? What do you mean Jews? I don't see anything Jewish here. You have to understand, Jews will only come to this land 1,948 years from now. As a colonialist power. Oh, I see someone's been listening this semester. True. What do you mean? We are Jews. No, you're not. So what are we? You are Palestinians, of course. That drip is fire. Palace what? Palestinians, the indigenous inhabitants of this land. In the beginning, God created the heaven, the earth, and Palestinians. Wait, so my baby is also Palestinian man? Of course. And you don't practice Judaism, you practice Islam. Allahu Akbar, man. So Akbar. What is Islam? I'm sorry. That's a very Islamophobic question. Actually, it makes me feel unsafe. So, wait a minute. Our baby will be the king of the Palestinians? Exactly. Too bad he'll be dead at a very young age because he'll be murdered by the Jews. Oh, my God. Excuse me, Professor. So there are Jews living here? No. Only Palestinians. Oh, so the Palestinians will kill Jesus? No Palestinian would ever hurt anyone. Never. Especially not Hamas. Wait, I don't understand. Okay, guys, this is exactly what our next class is about, all right? Oh. How did the Jews kill Jesus without even existing? It's going to be fun, all right? Don't worry about it. It's so worth 54 grand a year in tuition. Right? Kidding. Anyways, congratulations on your definitely not Jewish baby boy. Yay, woo. Can we go visit Santa in the North Pole? North Palestine. Oh, North Palestine. Santa is a Palestinian too. Santa Akbar. Very good. Ho, ho, ho. What the hell was that? Jesus. ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ കാക്കമാർ അറിയാതെ പോകുന്ന ചില വസ്തുതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിത് എടുക്കാറില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ആർക്കിയോളജിക്കൽ എവിഡൻസും അല്ലാതെ തന്നെയുള്ള സ്ക്രിപ്ചറൽ ആയിട്ടുള്ള എവിഡൻസും, അതായത് മോഡേൺ സ്ക്രിപ്ചറൽ എന്ന് നമ്മൾ വിളിക്കാവുന്ന ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ, കോയിൻസ്, ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ പാലസ്റ്റൈൻ എന്ന് പറയുന്നൊരു സാധനം ഹിസ്റ്ററിയിൽ അവിടെ ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അത് പറയാൻ ഇത്രയും തെളിവുണ്ട്. ഇനി അതൊന്നും പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തോറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും തെളിവുകൾ കിടക്കുകയാണ്. അത് വേറെ വിഷയം. അപ്പോൾ പല തരത്തിലുള്ള തെളിവുകൾ അവിടെ ഉണ്ട് എന്നതാണ് ഈ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ആകെത്തുക. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു കൊളോണിയൽ ശക്തിയല്ല ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങൾ പറയുന്നത് ഒരിക്കലും അവിടെ മാച്ച് ആവില്ല എന്ന് പറയുന്നത് ഒരു പ്രധാന കാരണം, ഇവരവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ട ആളുകൾ തിരിച്ചവിടേക്ക് വരുന്നു, ഹോം ലാൻഡിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യം മാത്രമാണ്. അത് തന്നെ അവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത സ്ഥലത്ത് മാത്രമേ അവർ വന്നിട്ടുള്ളൂ. അല്ലാതെയുള്ള സ്ഥലം പിടിച്ചെടുക്കാൻ നോക്കിയ 48-ൽ ഈ യുദ്ധവുമായിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ ഇനിയെങ്കിലും തിരിച്ച് മനസ്സിലാക്കുക, നക്കബ എന്ന് പറയുന്ന ആ കള്ളത്തരം ഇനിയും എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. അതൊക്കെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ലിങ്കിൽ വരുമ്പോൾ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കാണുന്നത് നന്നായിരിക്കും. അത് 2 പാർട്ട് വീഡിയോ ഉണ്ട്. 2ാമത്തെ പാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ്. സോ അതൊക്കെ നിങ്ങൾ
ഒന്ന് കാണാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കുറേയും കൂടിയും എളുപ്പമാകും എന്നാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടും. ഇത് വെറുതെ ഇങ്ങനെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്വാഗ്വ വിളി, ഇത് ആരുടെ പക്ഷം, നിങ്ങൾ മനുഷ്യനാണെന്ന് തെളിയിക്കാനുള്ളൊരു വിഷയം, ഇതൊന്നുമല്ല ഇതിൻ്റെ വഴി എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല ഇതിനെ ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. ഇതിലെ പ്രശ്നം എന്താണോ അതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുക, അതെന്താണോ അവിടെ വിഷയം അതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൻ്റെ പേരിൽ നമ്മളിവിടെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം തന്നെ നമ്മളിവിടെ ഒരു കൊടി വെച്ചിരുന്നു. ഫ്രീ പ്ലേ സ്റ്റേഷൻ എന്നും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കാതെ പോയിരുന്നു, കുറേ ആളുകളെങ്കിലും അത് വിചാരിച്ചിട്ടുണ്ടാവും ഇത് പലസ്റ്റൈൻ്റെ കൊടിയാണ് എന്നൊക്കെ. സത്യത്തിൽ അത് സുഡാൻ്റെ കൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നു സേവ് സുഡാൻ. സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ജനോസൈഡ്, ഒറിജിനൽ ജനോസൈഡ്, ഒറിജിനൽ, മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ജനോസൈഡും ഡ്യൂപ്ലിക്കേറ്റ് പട്ടിണിയായിരുന്നു നമ്മളുടെ ഈ പറയുന്ന ഗാസയിലുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ ജനോസൈഡും ഒറിജിനൽ പട്ടിണിയും എല്ലാം പരിവട്ടവും ബുദ്ധിമുട്ടുകളും കൊലയും എങ്ങനെയാണ് ആളുകളെ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നത് എന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഡാനിലേക്ക് നോക്കുക, നൈജീരിയയിലേക്ക് നോക്കുക, അതുപോലെ മറ്റ് കോങ്കോ, അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നോക്കാം. അത് നിങ്ങൾ ചെയ്യാൻ ഇനിയെങ്കിലും തയ്യാറാവും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.